അപ്പോൾ ഈ പ്രഗ്നൻസി തുടങ്ങിയാൽ പിന്നെ ഓരോരോ തോന്നലുകളാണ് ഓരോ ദിവസവും. എനിക്കിപ്പോൾ ഡെയിലി എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് വീട്ടിൽ അങ്ങനെ വൈകുന്നേരം ഇരിക്കാൻ ഇഷ്ടമില്ല. എനിക്കൊന്ന് പുറത്തുനിന്ന് വെച്ചാൽ ഒരുപാട് ദൂരെ യാത്ര പോകണമെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ജസ്റ്റ് ഒന്ന് കാറ്റ് കൊള്ളാൻ പുറത്ത് പോകുന്നു, നടക്കാൻ പോകുന്നു, നേച്ചറായിട്ട് അടുത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പോയി എത്തിയിരിക്കുന്നത് തൊടുപുഴ അടുത്തുള്ള എലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ആ മലയിലേക്ക് കയറിയില്ല, അതിന് മുന്നേ ആയിട്ടൊരു ചിറ നമുക്ക് കാണാം. അവിടെ ഫിഷിങ്ങിനായിട്ടൊക്കെ ആൾക്കാർ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ചായ കുടിക്കാനായിട്ടൊരു കൊച്ചു ക്യൂട്ടായിട്ടുള്ളൊരു കടയും നമുക്ക് അവിടെ ഉണ്ട്. നമ്മളിതേ ഒരു ചായയും കടിയൊക്കെ കഴിച്ച് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മലയിലേക്ക് കയറുവാണ്. അടിമക്കണ്ണു നമ്മുടെ ഇന്നത്തെ ഫുൾ അടിമക്കണ്ണ കിച്ചാവണ കേട്ടോ. എനിക്ക് വെയിറ്റ് എടുക്കത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കിച്ചാമണിയാണ് എല്ലാ കസേരയും എടുക്കുന്നത്. കിച്ചാമണി ദ ഗ്രേറ്റ് അല്ലേ? അല്ലടാ, അത് നേരെവണ്ണം ആ കസേര വിരിച്ചു വെച്ചില്ലെങ്കിൽ തലയും കുത്തി താഴെ കിടക്കും കേട്ടോ. കാലുമ്പോ കാല് തെറ്റി വെക്കടി. ആ ഇത് പോസ് ചെയ്ത് ആറ്റിറ്റ്യൂഡ് ഇട്ടോ. കിച്ചാവിന്റെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ എലവീഴ പൂഞ്ചിറയുടെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കേ, ഇച്ചിരി ഗ്ലാമർ കൂടുതലാട്ടോ. ആണോ? ആ സാറില്ല, ഇരിക്കട്ടെ. ഫോട്ടോഷൂട്ട്. ബനിയൻ ഇഷ്ടമായോ നിനക്ക്? ഇഷ്ടമായോ? എനിക്കിപ്പോൾ ഡബിൾ എക്സലൊക്കെ വേണം കേട്ടോ. എനിക്കൊന്നും മര്യാദക്കുള്ള ബനിയൻ കിട്ടണമെങ്കിൽ. ഇവിടെ പിന്നെ ലൂസായിട്ടുള്ള ഡ്രസ്സാണ് ഇടുള്ളൂ. നിനക്ക് ഇത് കൂട്ട് പാൻറ് ഇട്ടാനാടി? പിന്നെ ഈ പാൻറ് വല്ലതും പിടിച്ച് കടിച്ചിരിക്കും. അവള് വലിയ പുള്ളിയാ. ലെഗിൻസ് അമ്മാതിരി ഒന്നും ഇടില്ല. എനിക്കെന്നാ ഇത് ഇടുന്ന കേട്ടോ കംഫർട്ട്. നീ എന്നതല്ലേ ഇട്. എന്തായാലും നോക്കുന്നത് ഉണ്ടക്കണ്ണി സീനറി ഒക്കെ കാണി ഇങ്ങോട്ട് നോക്കിയിരിക്കുക. പരിഷ്കാരിയായ ചേച്ചിയും പാവം കിച്ചാമണി അനിയത്തി. പച്ച പരിഷ്കാരി അതല്ലേ പച്ച കളർ എടുത്തേ. നിങ്ങോട്ട് നോക്കി പുകയാണോ? അത് പുകയാണ്, പക്ഷെ മഞ്ഞാന്നൊക്കെ നമുക്ക് പറഞ്ഞ മഞ്ഞാന്നും പറഞ്ഞിടാം. അപ്പം നമ്മൾ നിൽക്കുന്ന ഇലവിഴ പൂഞ്ചിറയുടെ ടോപ്പിലാണ് കേട്ടോ. നല്ലൊരു മഴ പെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ തലയുടെ മുകളിലൂടെയൊക്കെ ലൈറ്റ്നിങ് അറസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇതൊക്കെ വർക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം രാത്രി മല മുഴുവൻ കയറി തീർത്തേക്കാന്ന് ഓർത്തുള്ളൊരു പോക്കാന്ന് തോന്നുള്ളൂ. അപ്പം നമ്മൾ മല ഫുള്ള് കയറിയില്ല. ഞാൻ മടുത്തു, ഞാൻ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ അവിടെ വന്ന സഞ്ചാരികളെല്ലാം തിരിച്ചു പോകുന്നതാണ്. ജീപ്പിനാണ് പോകുന്നത്. മോസ്റ്റ്ലി ഇവിടെ ആൾക്കാരെല്ലാം ജീപ്പിനാണ് വരുന്നത്, കാരണം കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്താ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴി എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. നല്ല രസമുണ്ട് രാത്രി കാണാനായിട്ട്. എത്ര അടിപൊളിയായിട്ടാണ് ആ വഴി ചെയ്തിരിക്കുന്നത് നോക്കേ. പ്രത്യേകിച്ച് രാത്രിയിൽ ഈ വഴി കൂടെ പോകാൻ അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ മിന്നി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. അപ്പം നമ്മളിത് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു നാടൻ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊറോട്ടയും കുറച്ച് ബീഫ് കറിയും ഒക്കെ നമ്മൾ വാങ്ങി. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചെറിയ എക്സ്പ്ലോറിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ചു പോകണതാണ്. നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഇരുന്ന ഒരു ലേസർ ലൈറ്റ് വെച്ചിട്ട് കിച്ചാമണിയെ പറ്റിക്കുന്നതാണ് ഈ കാണുന്നത്. കിച്ചാമണി ആകെ മൊത്തം വരണ്ടിരിക്കുകയാണ് കേട്ടോ. പാവം കിച്ചാമണി. ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെയാണ് സാധാരണ ഇങ്ങനെ പറ്റിക്കാറ്. കിച്ചാമണിയെ നമ്മൾ പറ്റിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ.